പ്രിയപ്പെട്ട നമസ്കാരം. വിറ്റുപോകുന്ന പെൺമക്കൾക്കായി കനൽപൊട്ട്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യവാദമെന്ന വേദം ചേർത്തു വച്ച അനീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച അനീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകാനർഹനാണു പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ പൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകാനർഹനാണു പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ പൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാമർന്ന തീക്കനൽ. പുരുഷബോധമേ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ. അബലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചപലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം.
ഓർത്തു വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ, ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ, കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആമിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പോഴേ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. മഞ്ഞൂരിക്കലാണ്. പരിചയപ്പെടൽ. എൻ്റെ പേര് വിനോദ് കുമാർ. മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. NRC രൂപീകരിച്ചത് ഒരു 2 വർഷമായി. അതിൻ്റെ രൂപീകരണ ദിവസം മുതൽ ഇതിൻ്റെ പ്രവർത്തകനാണ്. ഇപ്പോൾ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ NRC എന്നുള്ളത് മതരഹിത ചിന്താഗതിയുള്ളവരുടെ ഒരു കൂട്ടമാണ്. ഇതിലിപ്പോൾ മതം പേരിൽ ചേർത്തിട്ടുണ്ടാവും, പക്ഷേ മാനസികമായി നമ്മൾ അത് ഉപേക്ഷിച്ചവരാണ്. ആ തരത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ മതം ജാതി എന്നിവയില്ലേ, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നേ എന്നേ ഉള്ളൂ. ഇത് ഉപേക്ഷിക്കാനുള്ള ദൗത്യമാണ് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ഈ സംഗമത്തെ എല്ലാ ആശീർവാദങ്ങളും നേരുന്നു. ഞാൻ സുരേഷ് ബാബു, ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. മയ്യിൽ വിനോദിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഏറെക്കാലം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് എൻ്റെ ഒരു ഹിറാ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഒരു കടുത്ത മുസ്ലിം വർഗീയവാദിയായിരുന്നു ഞാൻ. ഇപ്പം അതൊക്കെ വിട്ടിട്ടിപ്പം കുറച്ചു കാലമായി. ഇപ്പോൾ വീട്ടിൽ പുതുതായി വീടെടുത്തതിന് ശേഷം ഒരു മതാചാരവും, എൻ്റെ ഭാര്യയും ഒരു മകനുമാണുള്ളത്. നമ്മളാരും അത് പിന്തുടരുന്നില്ല. ഈ ഇത്രയും മനുഷ്യരെ ഒന്നിച്ച് കാണാൻ പറ്റിയതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അബ്ദുൽ ഖാദർ TV, മുണ്ടേരിയാണ് സ്വദേശം. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ മെയ്യിൽ റിട്ടയർ ചെയ്തു. ഇപ്പോൾ കാര്യമായ ജോലിയൊന്നുമില്ല. വീട്ടിൽ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഞങ്ങൾ 4 പേരും ഏതാണ്ട് മതത്തിൽ വലിയ താല്പര്യമില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏത് മതവും ശാസ്ത്രത്തിനും മാനവികതയ്ക്കും ജനാധിപത്യത്തിനും ഒക്കെ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമുക്ക് കുടുംബത്തോടൊപ്പം ചില കാര്യങ്ങളിലൊക്കെ സഹകരിക്കേണ്ടി വരും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ മതപരമായ ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പം വളരെ സ്വതന്ത്രനായി വളരെ നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിലുള്ള കുറേ ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും ആരിഫ് സാർ പറഞ്ഞതുപോലെ ഉണ്ട്. എങ്കിലും സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു പോകുന്നു. പേര് മോഹൻകുമാർ, പയ്യന്നൂരിൻ്റെ അടുത്ത് മാത്രമാണ് താമസം. റിട്ടയർഡ് അധ്യാപകനാണ്. വീട്ടിൽ അച്ഛൻ മുതൽ നിർമ്മതനാണ്. ഞാനും അങ്ങനെ തന്നെയാണ്.
ഇപ്പോഴ് യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്, ശാസ്ത്ര വിഷയത്തിൻ്റെ പ്രവർത്തകനാണ്, മറ്റ് സംഘടനകളും മെമ്പറല്ല. ഇപ്പോൾ വീട്ടിലും 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ആരും മതാചാരങ്ങളെ ആചരിക്കാറില്ല. പടി ഓടിച്ചാൽ കേരള യുക്തിവാദ സംഘത്തിൽ അംഗമാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ജോലി പറഞ്ഞാൽ ഇത് കർഷക കുടുംബത്തിലാണ്, ഒരു ഇലക്ട്രീഷ്യനും കൂടിയാണ്. ഞാനും മകളും വന്നിട്ടുണ്ട്. ഞാൻ NRCയിൽ പിന്നെ ആദ്യം മുതൽ തന്നെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കനകാംബരൻ, ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. ഞാൻ ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ നമ്മുടെ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ മെമ്പറാണ്. എനിക്കിവിടെ ആരെയും നേരിട്ട് പരിചയം ഇല്ല. അനീഷിനെ മാത്രമാണ് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ഇത്. അല്ലാതെ ഈ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആരെയും മുൻപരിചയം ഇല്ല. പക്ഷേ ഫോണിലൂടെയൊക്കെ ചിലരെങ്കിലും പരിചയമുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ ഇത്തരം ആശയങ്ങളോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. കാരണം മറ്റു മതങ്ങളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനോട് പൊതുവേ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല, തോന്നിയിരുന്നില്ല. പക്ഷേ അന്നൊന്നും നമുക്ക് ഇതുപോലൊരു കൂട്ടായ്മയോ അല്ലെങ്കിൽ നമുക്കത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ അത്തരം ആശയങ്ങളൊക്കെ ശ്രദ്ധിക്കും, വായിക്കും എന്നുള്ള രീതിയിലാണ് വളർന്നു വന്നത് തന്നെ. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് ഇത്തരം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് കുടുംബസമേതം ഞങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വരാൻ പറ്റുന്നത്. അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ ഫാമിലിയിൽ ഇന്നൊരു കുടുംബസംഗമം നടത്തുന്നുണ്ട്. ആ പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഞങ്ങൾ ആ ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെ നമ്മുടെ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം പോകുമ്പോൾ അറിയാം ഇവിടെ ഞങ്ങൾ പങ്കെടുത്തതിൻ്റെ ഭവിഷ്യത്തും കൂടെ ഞങ്ങൾ അവിടെ പോയിട്ട് കേൾക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം കൂടി ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. എൻ്റെ പേര് വിജിന കനകാംബരൻ. നമ്മളെന്ന് പറയാ മതമായിട്ട് എല്ലാ പരിപാടിയും മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഫാമിലിയാണ്. ഇപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 വർഷം, ഒരു 5 വർഷമായല്ലോ നമുക്ക് ഇതിനെപ്പറ്റിയെല്ലാം അറിയാൻ തുടങ്ങിയിട്ട് തന്നെ. കാരണം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാ ആചാരങ്ങളോടും കൂടി ജനിച്ചു വളർന്ന് 10-35 വയസ്സായി. എന്നാൽ ഈ 5 വർഷം നമുക്ക് ഇതിനെപ്പറ്റി അറിയാനും ഇതിലേപോലെ ഒരു പരിപാടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇങ്ങനെയൊരു മീറ്റിംഗ് കൂടിയത് ക്യൂരിയോസിൻ്റെ 22 പരിപാടിയായിരുന്നു. അതിനുശേഷം പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇത്. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച ക്യൂരിയോസിൻ്റെ 23 പരിപാടിയുണ്ട്. അതിനും പങ്കെടുക്കണം. ഇതിനെപ്പറ്റി അറിയാനും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. അത്രയും എനിക്കറിയില്ലൂ. എൻ്റെ പേര് അജന്യ. എൻ്റെ പേര് രഞ്ജു ജോൺ. ഞാൻ ഉളിക്കലിലാണ് താമസിക്കുന്നത്. IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂർ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റിമോട്ട് വർക്കാണ്. എനിക്കൊന്നൊരു 10 വർഷമായി ശ്വാസത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. പിന്നെ ഇച്ചിരി ടഫാണ്. ഫാമിലി ഒരു സൈഡിൽ കട്ടയ്ക്ക് നിൽക്കുന്നു, പപ്പായും മമ്മിയും എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ വൈഫും പിള്ളേരും ഒക്കെ ഓക്കെയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് അവരെ പിള്ളേരുടെ കാര്യത്തിലെങ്കിലും എനിക്ക് അവരെ നന്നായിട്ട് കൊണ്ടുവരണം എന്നുണ്ട്. ഈ ഒരു അനാവശ്യമായ പ്രാന്തൊന്നും അടിച്ച് കയറ്റണ്ടെന്നുള്ള പ്ലാനുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡിൽ കട്ടയ്ക്ക് നിൽക്കുന്നു, അവരും നിൽക്കുന്നു, ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു വീടൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഉളിക്കലിലോട്ട് വന്നത്. പക്ഷേ അറിയില്ല, എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തുമെന്നൊക്കെ നമ്മൾ ഈ ഒരു ന്യൂസൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇതുവരെ അങ്ങനെ പൊട്ടി തെറിച്ചിട്ടില്ല. എല്ലാവർക്കും വലിയത് അറിയില്ല, എന്താവും എന്നറിയില്ല ഭാവി. ബട്ട് സ്റ്റിൽ ഇപ്പം ഇവിടെ വന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം അതിനെക്കുറിച്ച് അറിഞ്ഞത്. നമ്മുടെ ക്യൂരിയസ് 23 ഗ്രൂപ്പിൽ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. പെട്ടെന്ന് വിളിച്ചെന്ന് രാവിലെ പെട്ടെന്ന് ഞാൻ പോകുന്നത്. എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ ഭാവിയിൽ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിനെയൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്ത് വന്നതാണ്. എൻ്റെ പേര് PV മോഹനൻ. പിന്നെ LICയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഭാര്യ കഴിഞ്ഞ മാസം തന്നെ മരിച്ചു. കഴിഞ്ഞ കൊല്ലം മരിച്ചു. ഏതായാലും ഇങ്ങനെയുള്ള നമ്മുടെ പിന്നെ വലിയ വിധത്തിലുള്ള അഭിപ്രായ പ്രതിക്കാരെ ഒന്നിച്ച് കുറച്ച് സമയം ഇരിക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഏതായാലും ജാതി മത അതിൻ്റെ ഉൽപ്പന്നമായ ദൈവം ഇതിൽ വിശ്വാസമില്ലാത്ത, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഭരണകൂടങ്ങളും വലിയ വലിയ പേപ്പറും നേരെ മനുഷ്യന്മാർ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ കഴിയുന്നത്ര ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഭാഗമാക്കാൻ സന്തോഷമുണ്ട്. എൻ്റെ പേര് പുഷ്പരാജൻ. വീട് ഇരിക്കൂറാണ്. ഞാൻ ഇതിൽ പുതിയ ആളെന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടായ്മ കേൾക്കുന്നത് നമ്മുടെ LICയിലെ സതീശൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അറിയുന്നത്. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിലിട്ടതിൽ അവരാണ് എന്നെ ചേർത്ത് തന്നത്. അങ്ങനെ കൂട്ടായ്മയുള്ളത് എന്നെ അറിയിച്ച് വരണമെന്നൊരാഗ്രഹമുണ്ടായി. ചെറുപ്പം മുതലേ ഇതുപോലുള്ള
പ്രസ്ഥാനം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ളതിനൊക്കെ വളരെയധികം ഞാൻ അന്ധവിശ്വാസം, മന്ത്രവാദം, കൂടോത്ര ഇതിനെ ചെറുപ്പം മുതലേ എതിർക്കുന്ന ഒരാളായിരുന്നു. അപ്പം മതത്തിൻ്റെ പേരിൽ ഇത്രയും കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംഘടിക്കണമെന്ന് എനിക്ക് അന്നേ ഉണ്ട്. പക്ഷേ അതിനൊരു വേദിയില്ലാതെ പോയി. അപ്പോഴാണ് ഇങ്ങനെയൊന്നും അറിയുന്നത്. ഏതായാലും ഇതിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ തലശ്ശേരി കോടതിയിൽ പാരാലീഗൽ വളരെയായിട്ട് വർക്ക് ചെയ്യലാണ്. അത്രമാത്രമേ പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ പേര് കാഞ്ചന, നടുവിൽ സ്വദേശിയാണ്. താമസിക്കുന്നത് പാറക്കാടി, കൊയ്യം പാറക്കാടിലെ അംഗൻവാടി ജീവനക്കാരിയാണ്. ഇവിടുത്തെ പ്രവർത്തകൻ അനീഷിൻ്റെ സഹോദരിയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പണ്ടേ അനാചാരങ്ങളൊക്കെ നിലനിന്ന കുടുംബമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വളർന്നതിന് ശേഷം അതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. പക്ഷേ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയേഷ്, ഇരിട്ടി പുന്നാട് മലയോര പ്രദേശമാണ്. പട്ടാളക്കാരനാണ്. ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ ഭാര്യ നിജിഷ, 2 മക്കൾ. അപ്പോൾ ഇതിലും ഞാനും ഇതുപോലെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ചെറുപ്പം മുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ പുറകിലോട്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പിന്നെ എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് ബലിയൊക്കെ ചെയ്യുമ്പോൾ വലത്തേക്കാല് മുട്ട് കുത്തണോ ഇടത്തേക്കാലിൻ്റെ മുട്ട് കുത്തണോ ബലിയൊക്കെ ചെയ്യുമ്പോൾ, പക്ഷേ ക്ലാസ്സിൽ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, എല്ലാത്തിലും പുറകിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ അന്നും എതിർത്ത് അല്ലെങ്കിൽ അതിലോടൊന്നും വലിയ താല്പര്യമില്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ആ രീതിയിലെ ചിന്തയായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ അന്നൊന്നും വലിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഐഡിയകളോ കാര്യങ്ങളോ പറയാനോ കേൾക്കാനും കൂടി ആളില്ല. ഇന്ന് നമുക്ക് NRC, എസൻസ് ഗ്ലോബൽ എന്നുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അതിൻ്റെ കൂടെയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ആൾക്കാരെ നമ്മുടെ ഒരേ ചിന്താഗതിയുള്ള സാറ് പറഞ്ഞ പോലെ ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരെ കൂടെ കാണാനും കുറച്ച് സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു എവരിബഡി. നമസ്കാരം. എൻ്റെ പേര് നിജിഷ ജയേഷ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജയേഷ് ഏട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഈശ്വര ഭക്തനായിരുന്നു. എന്ന് വെച്ചാൽ 3 നേരം കുളിച്ച് അമ്പലത്തിൽ പോയി. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ മാറിയാൽ എനിക്ക് തന്നെ ഇപ്പം തന്നെ എനിക്കൊരു എന്താ പറയുക, അങ്ങോട്ട് വിശ്വസിക്കാത്ത പോലെ ഉള്ളത്. അപ്പോൾ പിന്നെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ജയേഷേട്ടൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കില്ല, അങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ ജയേഷേട്ടൻ്റെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ജയേഷേട്ടൻ ഇങ്ങനെ ക്ലാസ് എടുക്കും നമുക്ക്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്കിങ്ങനെ ഒരു വിശ്വാസം വന്നു. അങ്ങനെ അതൊരു അന്ധവിശ്വാസമാണ്. അങ്ങനെ ഇപ്പാന്നൊരു അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ശക്തിയില്ല, അങ്ങനെ ഇപ്പാന്നൊരു വിശ്വാസമായത്. ഇപ്പം എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇപ്പം പറയും, എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ജലദോഷം വരുമ്പോൾ പോലും അമ്മ പറയുന്നത് വെച്ചാൽ പിന്നെ കണ്ട ഇപ്പോൾ ഈശ്വരനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതിപ്പം കുട്ടിക്ക് ജലദോഷം വരുന്നത്. അപ്പം ഞാൻ പറയുന്ന എൻ്റെ തൊട്ടപ്പുറമുള്ള വീട്ടിൽ പിന്നെ ചെറിയ കുട്ടികൾ, ഇതേ പ്രായമുള്ള കുട്ടികൾ. അപ്പോൾ അവർ വിളക്ക് കത്തുമ്പോഴത്തേക്കും രാമ 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 പിന്നെ ജപിക്കാൻ തുടങ്ങും. അപ്പോൾ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ ഇവർ എപ്പോൾ ഇതുപോലെ ജലദോഷം പനിയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അപ്പോൾ ആ കുട്ടികൾ ജപിക്കുന്നില്ലേ അമ്മേ? അപ്പോൾ ആ കുട്ടിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ആ കുട്ടിക്ക് ഇങ്ങനെ പനിയും ജലദോഷം വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത്രേ പറയാനുള്ളൂ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലാണ്, ഇരുമ്പാച്ചല സ്ഥലത്താണ്. അവിടെ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഞാനിവിടെ വന്നതാണ്. ഇവിടെ വന്ന എല്ലാവരെയും കണ്ടാലും എല്ലാവരും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. ഞാൻ ഈ ഫർണിച്ചറിൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. ജോലി ചെയ്യുന്ന തൊടുപുഴയാണ്. തൊടുപുഴയിൽ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ 2 ദിവസമായി വന്ന് ഇവിടെ നിൽക്കുന്നത്. ശരി, ഓക്കെ. എല്ലാവർക്കും കുടുംബത്തെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വയസ്സായ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ഈ ഒരു യോഗത്തെ അലങ്കോലപ്പെടുത്തുന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടുവരാനിരുന്നത്. ഈ മതരഹിത കുടുംബ സംഗമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് റഫീഖ്. മട്ടന്നൂരിൻ്റെ അടുത്ത് കൊടുവള്ളിപ്പുറം എന്നൊരു സ്ഥലത്താണ്. വില്ലേജ് ജീവനക്കാരനാണ് ഞാൻ. ഏകദേശം 8ാം ക്ലാസ് മുതൽ മതം ആചാരങ്ങൾ പാലിക്കാത്ത ഒരാളാണ്. പക്ഷേ മതം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ടാവും. കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നമാണ്. വലിയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഭാര്യയായിട്ടൊക്കെ. പക്ഷേ എന്തായാലും ഞാൻ ആ മതത്തിനെതിരെ വലിയ യുദ്ധത്തിലാണ്. ഒരിക്കലും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ഇസ്ലാമിൽ വിശ്വസിക്കില്ല എന്നുള്ളൊരു ധാരണയിലും അതിനെതിരെ പൂർണ്ണമായി ഫൈറ്റ് ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാട് നിൽക്കുകയാണ്. പേര് അജിത്ത്, നടുവിൽ സ്വദേശിയാണ്. ഇപ്പോൾ 3 വർഷമായിട്ട് കാഞ്ഞിരങ്ങാട് താമസിക്കുന്നു. അധ്യാപകനാണ്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാലയത്തിലെ അധ്യാപകനാണ്.
2 മക്കളാണ്. മക്കളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അവരെ കൂടി കൂട്ടിയത്. ദേവജിത്ത്, അവന്തിക. ഒരു വിശ്വാസം ഉള്ള ഒരു കുടുംബത്തിലാണ്, പക്ഷേ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഏതായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. എൻ്റെ പേര് ദേവജിത്ത്. ഞാൻ 8ാം ക്ലാസ്സിലാണ്. ടാഗോർ സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് അവന്തിക. ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു. ഇനി 5ാം ക്ലാസ്സിലേക്ക്, ഇനി ടാഗോർ സ്കൂളിലേക്കാണ് പോകേണ്ടത്. സുഹൃത്തുക്കളെ, ഞാൻ കാഞ്ഞിരങ്ങാട് സ്വദേശിയാണ്. എൻ്റെ സുഹൃത്ത് സതീശൻ ഇന്നലെ പറയും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ എൻ്റെ പേര് രമേശൻ. പേര് വളരെ സോറി, പേര് രമേശൻ. ഞാൻ LIC-യിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പം തലമുറ മാറുന്നതിനനുസരിച്ച് മനുഷ്യരിൽ മതചിന്തകളും ആചാരങ്ങൾക്കുള്ള എതിർപ്പും വർദ്ധിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെ ഒരുപാട് പേരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അധികം ആൾക്കാരും നമ്മുടെ പിൻതലമുറക്കാരെ എല്ലാവരും മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അത് എനിക്കറിയാം. ഇപ്പം എൻ്റെ വൈഫ് അമ്പലത്തിൽ പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ മക്കൾ പറയും എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന്. ആ രീതിയിൽ ചിന്തിക്കുന്ന തലമുറകളാണ് മാറുന്നത്. അപ്പോൾ നമ്മൾ തലമുറ മാറുന്നതിനനുസരിച്ച് തന്നെ അവരുടെ ചിന്താഗതികളും മാറും. ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ അതിന് മുതൽക്കൂട്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഗമങ്ങൾക്ക് ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഈ പരിപാടിക്ക് നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ് കുമാർ, കാഞ്ഞിരങ്ങാടാണ്. സുഹൃത്തായ സതീശൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഗമം അറിഞ്ഞത്. സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ദിലീപ്, കാഞ്ഞിരങ്ങാട് സ്വദേശിയാണ്. ഞാനൊരു അധ്യാപകനാണ്. അതുപോലെ ഈ മതരഹിത കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഉമേശൻ. ഞാൻ കണ്ണാടിപ്പറമ്പാണ്. ഇപ്പം താമസിക്കുന്നത് പയ്യന്നൂർ. ഞാൻ ഈ ഗ്രൂപ്പിൽ പുതിയൊരാളാണ്. ഇതിലുള്ള ആരെയും എനിക്ക് പരിചയമൊന്നുമില്ല. രാവിലെ ഞാനൊരു 8:50 ഇവിടെ വന്നായിരുന്നു. 8:50 വന്ന് ഇവിടെ നോക്കുമ്പോൾ ആരും കാണുന്നൊന്നുമില്ല. ഞാൻ പരിചയത്തിന് പരിപാടിക്കാരും ഉണ്ടാവില്ലേ. ഇപ്പം നോക്കുമ്പോൾ ഇത്രയും ആൾ വന്നു, കണ്ടതിൽ സന്തോഷം. പേര് ബാലകൃഷ്ണൻ. താമസിക്കുന്നത് പുതിയൊരിനടുത്തുള്ള പള്ളിക്കുളം എന്ന സ്ഥലം. നമ്മുടെ ചുറ്റുപാടും ദൈവങ്ങളുടെ ഒരു കേന്ദ്രം. നമ്മൾ ടെമ്പിൾ കോംപ്ലക്സ് എന്നാണ് വിളിക്കാറ്. ഞാൻ BSNL നിന്ന് സബ് ഡിവിഷൻ എഞ്ചിനീയറായി റിട്ടയർ ചെയ്തതാണ്. ബേസിക്കലി ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നിരീശ്വരവാദിയും മതവിശ്വാസി അല്ലാതെ ആളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 33 വർഷമായി പള്ളിക്കുളം താമസിക്കാൻ തുടങ്ങി. ഇതേവരെ സന്ധ്യക്ക് വിളക്കെത്തിക്കുന്ന പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയില്ല. എൻ്റെ മക്കളും എന്നെ പോലെ തന്നെയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിൻസ്. ഞാനൊരു തേനീച്ച കർഷകനാണ്. ഏകദേശം 10 വർഷമായി ഞാൻ മതം ഉപേക്ഷിച്ചിട്ട്. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ക്രിസ്തീയ കുടുംബമായതുകൊണ്ട് പള്ളി, ഇടവക, പിന്നെ വേദപാഠം, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതെന്തായാലും നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും, പക്ഷെ നടക്കുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ. എൻ്റെ പേര് ഡൊമിനിക്ക്. എൻ്റെ പേര് ബെനഡിക്റ്റ്.